രാവിലെ വരുന്നല്ലേ നീ പറഞ്ഞിരുന്നത്? എന്റെ പൊന്നു മോളെ ഒന്നും പറയണ്ട. സാധനം എല്ലാം പെറുക്കി എടുത്തു വന്നപ്പോ നല്ല സമയമായി. ട്രെയിൻ ആണെങ്കിൽ 2 മണിക്കാ വന്നേ. അത്രയും ഡിലേ. താങ്ക് യു. ആ ചുന്ദരിപ്പാർ ഇവിടെ ഉണ്ടായിരുന്നോ? സുഖാണല്ലേ? അത്രയ്ക്ക് സുഖമൊന്നുമില്ല. ഇവളിവിടെ ഇല്ലായിരുന്നെങ്കിൽ നീ ഇങ്ങോട്ട് വരികയായിരുന്നോ? അതെന്താ ഉണ്ണിയമ്മ അങ്ങനെ ഒരു ടോക്ക്? ഞാൻ ഓണത്തിന് വന്നായിരുന്നല്ലോ. ഓണം കഴിഞ്ഞിട്ട് 1 കൊല്ലമാവാറായി. ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ അത്ര ദൂരമൊന്നുമില്ല. ഇവൾക്ക് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരാമെങ്കിലേ നിനക്ക് വരാനാ പാട്. വേണ്ടെന്ന് വെച്ചിട്ട് പെണങ്ങല്ലേ? അത് എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്ത് ഇവിടെ കഴിക്കാനല്ലേ? നീ വാ, ഉള്ളതൊക്കെ കുട്ടി കഴിക്കാം. ഓക്കേ. നാളെ ആരും എന്നെ വിളിക്കണ്ട. 11 ആവാതെ ഞാൻ എണീക്കില്ല. ഞാനും. നാളെ നല്ല പച്ചമഞ്ഞളൊക്കെ തേച്ച് നമ്മുടെ കുളത്തില് നന്നായിട്ടൊന്ന് കുളിക്കണം. എന്നിട്ട് വൈകിട്ട് അമ്പലത്തിൽ പോണം. ഞാൻ വന്നപ്പോ ഒരു റൗണ്ട് കഴിഞ്ഞതാ. അല്ല കുട്ടികളെ, ഡൽഹിയിലും ബാംഗ്ലൂരൊന്നും അമ്പലവും കുളങ്ങളൊന്നും ഇല്ലേ? അവിടെ എന്തുണ്ടായിട്ട് എന്താ മുമ്മ? നമ്മുടെ ഇവിടുത്തെ ഫീല് കിട്ടോ? അല്ല അത് വിട്. നീ പുള്ളിക്കാരന്റെ അടുത്ത് പറഞ്ഞായിരുന്നോ? ഓ, ഇവള് പറയുന്ന തോന്നണില്ല. നമ്മള് കളത്തിൽ ഇറങ്ങേണ്ടി വരും. എടാ, ഇതുവരെ ഉണ്ടായിരുന്ന പോലെയല്ല. റിജക്ഷൻ കിട്ടിയ ചിലപ്പോ അതെനിക്ക് ബാഡാവും. എന്നാ നീ പറയണ്ട. ആളെ കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് പറയിപ്പിക്കാം. പുള്ളിക്ക് എന്തൊക്കെ ഇഷ്ടം എന്നറിയോ? എടാ, ആളുടെ ടേസ്റ്റ്, ഇൻട്രസ്റ്റ്, ഡിസ്ലൈക്സ്, ഹോബീസ് അതൊക്കെ. എനിക്കൊന്നും അറിയില്ല. പിന്നെ നിനക്കെന്താ അറിയാം? പ്രേമിക്കാൻ തന്നെ ആണോ, അതോ ഇനി ഇൻഫാക്ച്വേഷൻ, അട്രാക്ഷൻ, സംതിങ് ലൈക്ക് ദാറ്റ്? അങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്കറിയില്ല. ആദി, ആർ യു ഷുവർ അബൌട്ട് ദിസ്? പുള്ളിയുടെ മനസ്സിലാക്കിയിട്ട് അവസാനം നീ കൺഫ്യൂഷൻ മോഡലാവോ? നീ ഇങ്ങനെ 10,000 ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ. ഒരാൾ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ സിംഗിൾ ലൈഫ് എനിക്ക് മടുത്തു. ഞാനായിട്ട് കണ്ടുപിടിച്ചതൊക്കെ കയ്യിൽ പോയി. ഇതിപ്പോ അമ്മമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയുന്ന ഒരാളല്ലേ. എനിക്കിത് വേണമെന്ന് തോന്നുന്നു. ആക്ച്വലി ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഹിം. പക്ഷെ എന്തോ എനിക്കെന്തൊരു ഇഷ്ടമുണ്ടായി അയാളോട്. മനസ്സിലായി. നമുക്ക് സെറ്റാക്കാം.